ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചെണ്ണങ്കപ്പ. നാട്ടിൽ പാലായിൽ ചെണ്ണങ്കപ്പ എന്ന് പറയും. ചെണ്ണങ്കപ്പ പുഴുങ്ങിയതും നാടൻ അയലക്കറിയാണ്. അങ്ങ് പൊളിക്കാം അല്ലേ? പിന്നെ ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ, ഈ നാടൻ കപ്പ പുഴുങ്ങിയത് നമ്മൾ ഈ പൊടിച്ചിങ്ങനെ മലബാർ കപ്പ എന്ന് പറയും. അത് ആ ഒരു കപ്പ പുഴുങ്ങിയതും ഈ ഒരു അയലക്കറി കൂടെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു നൊസ്റ്റാൾജിയ, ആ ഒരു ഫീലിങ്സ് എന്താണെന്ന് അറിയാമോ? പണ്ട് 60s 70s അറിയാം, അവർ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേന് ഓടി വരുമ്പോൾ അമ്മമാർ ഉണ്ടാക്കി വെക്കുന്ന കപ്പ പുഴുങ്ങിയതും അല്ല മത്തിക്കറി അല്ലെങ്കിൽ അയലക്കറി, അതേ ഒരു ഫീലാണ്. ആ ഫീലിലൂടെ ഇപ്പോൾ കഴിക്കാൻ പോവാണ്. ഇത് പറയുന്നതിനേക്കാളും കൂടുതൽ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർക്ക് ഫീൽ ചെയ്യുന്നത് എനിക്കറിയാം. സോ അത്രയ്ക്ക് സൂപ്പറാണ്. ഓക്കെ, കറിയും അയലക്കറി അല്ല മത്തിക്കറി അല്ല മുളക് പൊട്ടിച്ചാണെങ്കിലും നല്ലതാണ്. പക്ഷെ ഇന്ന് ഞങ്ങൾ ഇങ്ങനെയാണ്. അപ്പം അതിൻ്റെ കൂടെ കട്ടൻ കാപ്പി, ഓരോ ഗ്ലാസ് കട്ടൻ കാപ്പിയും കൂടി ആകാം. അതും കൂടി ആകുമ്പോഴത്തേനും സൂപ്പർ. അടിപൊളി. കപ്പയ്ക്കും കറിക്കുമുള്ള കട്ടൻ കാപ്പി എത്ര പേർക്ക് വേണം? അത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കാപ്പി റെഡി.